അസ്സാം വലൈക്കും. മുഹല്ലസു തറാഖീബ്, ദ സമ്മറി ഓഫ് ദ സ്ട്രക്ചർ, വാക്യഘടനകളുടെ സംഗ്രഹം. നമ്മളിതുവരെ പഠിച്ച മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അന തോലിബുൻ, ആം എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥിയാകുന്നു. അന മുദരിസുൻ, ആം എ ടീച്ചർ. അന തൊബീബുൻ, ആം എ ഡോക്ടർ. അന മിസ്രിയുൻ, ആം എൻ ഈജിപ്ഷ്യൻ, ഞാനൊരു ഈജിപ്തുകാരനാകുന്നു. അന തുർക്കിയു, ആം തുർക്കിഷ്. അന സൂരിയ, ആം സിറിയൻ, ഞാനൊരു സിറിയക്കാരനാകുന്നു, ഞാനൊരു തുർക്കിക്കാരനാകുന്നു. ഇതേപോലെ തന്നെ അന്ത വെച്ചിട്ടും പറയാം. അന്ത തോലിബുൻ, നീയൊരു വിദ്യാർത്ഥിയാകുന്നു. അന്ത മുദരിസുൻ, നീയൊരു അധ്യാപകനാകുന്നു. അന്ത തൊബീബുൻ, നീയൊരു ഡോക്ടറാകുന്നു. അന്ത മിസ്രി, നീയൊരു ഈജിപ്തുകാരനാകുന്നു. അന്ത തുർക്കി, നീയൊരു തുർക്കിക്കാരനാകുന്നു. അന്ത സൂര്യ, നീയൊരു സിറിയക്കാരനാകുന്നു. ഇനി ഹുവ വെച്ചിട്ടും പറയാം. ഹുവ തോലിബുൻ, യു ആർ എ ഹി ഈസ് എ സ്റ്റുഡൻറ്റ്, അവനൊരു വിദ്യാർത്ഥിയാകുന്നു. ഹുവ മുദരിസുൻ, അവനൊരു അധ്യാപകനാകുന്നു. ഹുവ തൊബീബുൻ, അവനൊരു ഡോക്ടറാകുന്നു. ഹുവ മിസ്രി, അവനൊരു മിസ്റുകാരൻ ഈജിപ്ഷ്യനാകുന്നു. ഹുവ തുർക്കി, ഹീസ് എ തുർക്കിഷ്, അവനൊരു തുർക്കിക്കാരനാകുന്നു. ഹുവ സൂരി, അവനൊരു സിറിയക്കാരനാകുന്നു. ഇനി അന വെച്ചിട്ട് പറയുമ്പോൾ ഞാൻ. അന തോലിബ, ഒരു വിദ്യാർത്ഥിനി, സ്ത്രീകളാണ്. അന തോലിബ. ഇപ്പോൾ അന എന്നത് സ്ത്രീക്കും പുരുഷനും അന തന്നെയാണ് ഉപയോഗിക്കുക. ഞാൻ, അന ഐ. അന തോലിബ, ഐ എം എ സ്റ്റുഡൻറ്റ്, ഞാനൊരു ഫീമെയിൽ സ്റ്റുഡൻ്റ് ആകുന്നു. അന മുദരിസ, ഞാനൊരു ഫീമെയിൽ ടീച്ചറാകുന്നു. അന തൊബീബ, ഞാനൊരു ലേഡി ഡോക്ടറാകുന്നു. അന മിസ്രിയ, ഞാനൊരു ഈജിപ്ഷ്യനായ സ്ത്രീയാകുന്നു. അന തുർക്കിയ, ഞാനൊരു തുർക്കിക്കാരിയാകുന്നു. അന സൂരിയ, ഞാനൊരു സിറിയക്കാരിയാകുന്നു. ഇനി നീ ഒരു സ്ത്രീ, അന്തി. അന്ത എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ. അന്തി തോലിബ, അന്തി മുദരിസ, നീ ഒരു അധ്യാപിക, നീ ഒരു വിദ്യാർത്ഥിയാകുന്നു. നീ ഒരു അധ്യാപികയാകുന്നു. അന്തി തൊബീബ, നീ ഒരു ലേഡി ഡോക്ടറാകുന്നു. അന്തി മിസ്രിയ, നീ ഒരു ഈജിപ്ഷ്യനാകുന്നു. അന്തി തുർക്കിയ, നീ ഒരു തുർക്കിക്കാരിയാകുന്നു. അന്തി സൂരിയ, നീ ഒരു സിറിയക്കാരിയാകുന്നു. ഇനി ഹിയ, അവൾ, ഷീ. ഹിയ തോലിബ, ഹിയ മുദരിസ, ഹിയ തൊബീബ, ഹിയ മിസ്രിയ, ഹിയ തുർക്കിയ, ഹിയ സൂരിയ. ഇങ്ങനെ നമ്മൾ അവളൊരു വിദ്യാർത്ഥിനിയാകുന്നു. അവളൊരു അധ്യാപികയാകുന്നു. അവളൊരു ഡോക്ടറാകുന്നു. ബിസർകാരിയാകുന്നു. തുർക്കിക്കാരിയാകുന്നു. സിറിയക്കാരിയാകുന്നു അവൾ. ഇങ്ങനെയൊക്കെ പറയാം. ഇനി നെക്സ്റ്റ് സ്ട്രക്ചറാണ് മിൻ ഐന അന്ത. നീ എവിടെ നിന്നാണ്? വെർ ആർ യു ഫ്രം? നീ ഏത് നാട്ടുകാരിയാണ്? നിൻ്റെ നാഷണാലിറ്റി എന്താണ് എന്നുള്ള രീതിയിലാണ്. നീ ഏത് നാട്ടിൽ നിന്നാണ്? നിൻ്റെ ഒറിജിൻ, നീ ഏത് നാട്ടുകാരിയാകുന്നു എന്ന് ചോദിക്കുമ്പോൾ മിൻ ഐന അന്ത, നീ എവിടെ നിന്നാണ്. ഇനി ഒരു സ്ത്രീയോടാകുമ്പോൾ മിൻ ഐന അന്തി. ഇനി അവൻ എവിടെ നിന്നാണെന്ന് നമ്മൾ വേറൊരാളോട് പറയുകയാണ്. മിൻ ഐന ഹുവ, അവൻ എവിടെ നിന്നാകുന്നു. മിൻ ഐന ഹിയ, അവൾ എവിടെ നിന്നാകുന്നു. മിൻ ഐന അന, നമ്മൾ സ്വയം ചോദിക്കും, അങ്ങനെ ചോദിക്കാറില്ല. മിൻ ഐന അന, ഞാൻ എവിടെ നിന്നാകുന്നു. അടുത്തത് അതിൻ്റെ ആൻസർ പല രീതിയിലും പറയാം. അന മിൻ പാകിസ്ഥാന, ഐ എം ഫ്രം പാകിസ്ഥാൻ. അന മിൻ തുർക്കിയ, അന മിൻ മിസ്ർ, അന മിൻ സൂരിയ. ഇവിടെയൊക്കെ രാജ്യങ്ങളുടെ പേരാണ് എഴുതുക. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് നാഷണാലിറ്റി ആണെങ്കിൽ ഇവിടെ നമ്മുടെ രാജ്യങ്ങളുടെ പേരാണ് പറയേണ്ടത്. അന മിൻ പാകിസ്ഥാന, അന മിൻ തുർക്കിയ, അന മിൻ മിസ്ർ, അന മിൻ സൂരിയ. ഇനി ഇന്ത്യയൊക്കെ ആണെങ്കിൽ അൽ ഹിന്ദി എന്നാണ് പറയുക കേട്ടോ. അന മിൻ അൽ ഹിന്ദി. ഇനി നീ അന്ത മിൻ പാകിസ്ഥാന, യു ആർ ഫ്രം പാകിസ്ഥാൻ, നീ പാകിസ്ഥാനിൽ നിന്നാകുന്നു. അന്ത മിൻ തുർക്കിയ, നീ തുർക്കിയിൽ നിന്നാകുന്നു. അന്ത മിൻ മിസ്ർ, അന്ത മിൻ സൂരിയ, അങ്ങനെ പറയാം. ഇനി ഒരു സ്ത്രീ ആണെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ത്രീയോട് അന്തി മിൻ പാകിസ്ഥാന, യു ആർ ഫ്രം പാകിസ്ഥാൻ, നീ ഒരു പാകിസ്ഥാനിൽ നിന്നുള്ള പെൺകുട്ടിയാകുന്നു, സ്ത്രീയാകുന്നു. അന്തി മിൻ തുർക്കിയ, അന്തി മിൻ മിസ്ർ, അന്തി മിൻ സൂരിയ. ഇനി ഹുവ മിൻ പാകിസ്ഥാന, ഹി ഈസ് ഫ്രം പാകിസ്ഥാൻ. ഹുവ മിൻ തുർക്കിയ, ഹുവ മിൻ മിസ്ർ, ഹുവ മിൻ സൂരിയ. ഇനി അവൾ, ഷീ. ഹിയ മിൻ പാകിസ്ഥാന, ഹിയ മിൻ തുർക്കിയ, ഹിയ മിൻ മിസ്ർ, ഹിയ മിൻ സൂരിയ. അവൾ, ഷീ ഈസ് ഫ്രം പാകിസ്ഥാൻ, ഷീ ഈസ് ഫ്രം തുർക്കി, ഷീ ഈസ് ഫ്രം മിസ്ർ, ഷീ ഈസ് ഫ്രം ഈജിപ്റ്റ്. മിസ്ർ മീൻസ് ഈജിപ്റ്റ്. ഷീ ഈസ് ഫ്രം സിറിയ. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ്റെ ഒരു സ്ട്രക്ചറാണ്. എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക? യെസ് ഓർ നോ ചോദ്യം. നീ ഒരു പാകിസ്ഥാൻകാരനാണോ? ഹൽ അന്ത പാകിസ്ഥാനി, നീ ഒരു പാകിസ്ഥാൻകാരനാണോ? ഹൽ അന്ത തുർക്കി, നീ ഒരു തുർക്കിക്കാരനാണോ? ആർ യു എ തുർക്കിഷ്, നീ ഒരു തുർക്കിക്കാരനാണോ? ഹൽ അന്ത മിസ്രി, നീ ഒരു ഈജിപ്ഷ്യനാണോ? ഹൽ അന്ത സൂരിയ, നീ ഒരു സിറിയക്കാരനാണോ? ഇനി അതൊരു സ്ത്രീയോടാകുമ്പോൾ ഹൽ അന്തി പാകിസ്ഥാനിയ, നീ ഒരു പാകിസ്ഥാൻകാരിയാണോ? ഹൽ അന്തി തുർക്കിയ, നീ ഒരു തുർക്കിക്കാരിയാണോ?
ഹൽ അന്തി മിസ്രിയ, നീ ഒരു ഈജിപ്ഷ്യൻ ആണോ? ഹൽ അന്തി സൂരിയ, നീ ഒരു സിറിയക്കാരി ആണോ? ഇനി അതിൻ്റെ ജവാബ്, ഉത്തരം, നഅം അന പാകിസ്ഥാനി. ഒരു പുരുഷനാണെങ്കിൽ നഅം അന പാകിസ്ഥാനി, അതെ ഞാൻ പാകിസ്ഥാനിയാകുന്നു. നഅം അന തുർക്കി, അതെ ഞാൻ തുർക്കിക്കാരനാകുന്നു. നഅം അന മിസ്രി, അതെ ഞാൻ ഈജിപ്തുകാരനാകുന്നു. നഅം അന സൂരിയ, അതെ ഞാൻ സിറിയക്കാരനാകുന്നു. ഇനി അതൊരു സ്ത്രീയാണ് പറയുന്നതെങ്കിൽ നഅം അന പാകിസ്ഥാനിയ, അതെ ഞാനൊരു പാകിസ്ഥാൻകാരിയാകുന്നു. നഅം അന തുർക്കിയ, അതെ ഞാൻ തുർക്കിക്കാരിയാകുന്നു. നഅം അന മിസ്രിയ, അതെ ഞാൻ ഈജിപ്തുകാരിയാകുന്നു. നഅം അന സൂരിയ, അതെ ഞാൻ സിറിയക്കാരിയാകുന്നു. ഇനി മറ്റേത് പറഞ്ഞത് തൊട്ടടുത്തുള്ള ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാദ അഹി, ഇതെൻ്റെ സഹോദരനാകുന്നു. ഹാദ സ്വദീഖി, ഇതെൻ്റെ കൂട്ടുകാരനാകുന്നു എന്നെല്ലാം പറയാം. എന്നാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ഹാദിഹി ഉഖ്തി, ഇതെൻ്റെ സഹോദരിയാകുന്നു. ഹാദിഹി സ്വദീഖതി, ഇതെൻ്റെ കൂട്ടുകാരി ആകുന്നു. ഇനി നമ്മൾ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ ഇസ്മി ഖാലിദ്, മൈ നെയിം ഈസ് ഖാലിദ്, എൻ്റെ പേര് ഖാലിദ് എന്നാകുന്നു. ഇസ്മി ഹൗല, എൻ്റെ പേര് ഹൗല എന്നാകുന്നു. അപ്പോൾ ആണിനും പെണ്ണിനും പറയുമ്പോൾ വ്യത്യാസമില്ല. ഇസ്മി ഖലീൽ, എൻ്റെ പേര് ഖലീൽ എന്നാകുന്നു. ഇസ്മി ഖദീജ, എൻ്റെ പേര് ഖദീജ എന്നാകുന്നു.